ബിഗ് ബോസ് അവരുടെ കളി തുടങ്ങിയിരിക്കുകയാണ്. അതെ, എല്ലാ സീസണിലെയും പോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലും അവരുടെ നെറികെട്ട കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ ഒരു 70 ദിവസം അല്ലെങ്കിൽ 70 ദിവസം ആകാൻ പോകുമ്പോൾ തുടങ്ങി. ആദ്യ ആഴ്ചകളിലും അല്ലെന്നുണ്ടെങ്കിൽ ആദ്യ സമയങ്ങളിൽ മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ പയ്യെ ഡീഗ്രേഡ് ചെയ്ത് താഴേക്ക് എത്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്ത് അവരെ വല്ലാണ്ട് താത്തിക്കെട്ടി കുറച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ബിഗ് ബോസ് ഫോളോ ചെയ്തു വരുന്നത്. അത് എല്ലാ സീസണിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ മാക്സിമം അതിനു വേണ്ടിയിട്ട് എല്ലാം ശ്രമിക്കും. അതായത് അതുവരെയും കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് അല്ലെങ്കിൽ പല രീതിയിൽ മുന്നോട്ട് വന്നത്, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് അവർ പുറകിലേക്ക് ആക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് പല കണ്ടസ്റ്റൻസിനെയും മുൻപോട്ട് കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ എല്ലാ സീസണിലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് ഈ ഒരു സീസൺ 7ലും ബിഗ് ബോസ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഒരു ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാവുന്ന പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്. അതല്ലാതെ ഇത് എന്താണ്, ബിഗ് ബോസിന്റെ കളികൾ എന്താണ്, ബിഗ് ബോസ് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാകാത്ത കുറേ അധികം പ്രേക്ഷകരുണ്ട്. അവര് ഈസി ആയിട്ട് ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ വിഷ്വൽ മാജിക്കിൽ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ആയി പോകും. അവര് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഷോയുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയി കഴിയുമ്പോൾ ആദ്യമൊക്കെ ഇവര് നെഞ്ചിലേറ്റി അല്ലെങ്കിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവർ സ്ലോലി ഇതിലേക്ക് അഡിക്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിമുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഇഴുകിച്ചേർന്ന് കഴിയുമ്പോൾ ബിഗ് ബോസ് അവരുടെ ഗെയിം അതിനകത്ത് കളിച്ചു തുടങ്ങും. ഇവർ പല രീതിയിൽ ഈ സംഭവങ്ങൾ ട്വിസ്റ്റ് ചെയ്യും. ഇവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ ആണെന്നുണ്ടെങ്കിൽ പോലും പല രീതിയിൽ നെഗറ്റീവ് ഇമേജിലേക്ക് കൊണ്ടുവരികയും നെഗറ്റീവായിട്ട് നിന്ന ആളുകളെ പയ്യെ പോസിറ്റീവായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് ഇവർ ഗെയിം ടെസ്റ്റ് ചെയ്യിക്കുന്നതും ഇവരോട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കണ്ടസ്റ്റൻസിനോടൊക്കെ വെറുപ്പുണ്ടാക്കി അവരുടെ വോട്ടൊക്കെ സ്പ്ലിറ്റാക്കി മറ്റു പലരിലേക്കും ഒക്കെ എത്തിച്ച് ഇവർ ഈ ഒരു ടോപ്പ് 5 എത്തിക്കുന്ന കണ്ടസ്റ്റൻസിന് മാക്സിമം ഒരു വോട്ടിംഗ് ടൈറ്റ് ആക്കാൻ നോക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച മുതൽ നമുക്ക് എവിഡന്റ് ആയിട്ട് ആര്യനെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പുഷ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ ഖാൻ തുടക്കം മുതൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നൊരു ചായവ് ഉണ്ടായിരുന്നു. അക്ബർ ഖാന് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് എന്താ പറയുക, ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് അവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ സീസണുകളിലും പല കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അവരെ കയറ്റിക്കൊണ്ട് വരും. അതുപോലെ എല്ലാ കണ്ടസ്റ്റൻസിനും തന്നെ ബിഗ് ബോസിന്റെ ഫേവറിസം കാണിക്കും, എന്നിട്ട് അവരെ കയറ്റിക്കൊണ്ട് വരും. ചില കണ്ടസ്റ്റൻസിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ ഇവര് മനഃപൂർവ്വം അങ്ങോട്ട് മാറ്റിവെക്കും. അത് തന്നെയാണ് നമ്മുടെ അനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അനിമോൾക്കാണെന്നുണ്ടെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ പല കാര്യങ്ങളും ബിഗ് ബോസ് മനഃപൂർവ്വം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഒരു ലാസ്റ്റ് അവസരത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇവരെ മനഃപൂർവ്വം അങ്ങോട്ട് അടിച്ചമർത്തി ഡീഗ്രേഡ് ചെയ്ത് പബ്ലിക്കിന്റെ മുന്നിൽ വല്ലാണ്ട് നെഗറ്റീവ് ആക്കി കളയും. അതിലേക്ക് തന്നെ വരാം. നമുക്കിപ്പോൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആര്യനെ ടോപ്പ് 5ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അക്ബർ ഖാനെയും ടോപ്പ് 5ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ബിഗ് ബോസ് നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് മനഃപൂർവ്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ സഡൻലി പെട്ടെന്ന് അതങ്ങ് ചേഞ്ച് ആയി. എന്തുകൊണ്ടാണ്? ഈ ഒരു വിഷ്വൽ മാജിക്കിൽ പ്രേക്ഷകരെല്ലാവരും അങ്ങോട്ട് വീണുപോയി. അതിൽ മറ്റ് പോസിറ്റീവായിരുന്ന കണ്ടസ്റ്റൻസിനെ പയ്യെ നെഗറ്റീവായി കഴിയുമ്പോൾ പ്രേക്ഷകർ ഓട്ടോമാറ്റിക്കലി മറ്റു പലരിലേക്കും ചാടും. അത് തന്നെയാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും. പ്രേക്ഷകർ ഇങ്ങനെ ചാടി നിൽക്കും. ആർക്കും ഇവരുടെ ഈ തട്ടിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നങ്ങ് മനസ്സിലാകത്തില്ല. ബട്ട് ബിഗ് ബോസിനെ പ്രോപ്പറായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ഇത് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഒരു ട്വിസ്റ്റിംഗ് ഗെയിമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരാഴ്ച കംപ്ലീറ്റ്ലി ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടെ കഴിയുമ്പോൾ കുറച്ച് വിവരമുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാകും കംപ്ലീറ്റ്ലി ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിനകത്ത് ഇരകളായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഷാനവാസും അനീഷുമാണ്. ഇവർക്കാണ് ഈ ഒരു സീസണിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അനിമോൾക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ
കണ്ടന്റുകളൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു പാവയും പിടിച്ച് നടക്കുക, കുറച്ച് സിമ്പതി കാർഡ് പിടിച്ച് കുറച്ച് കുടുംബ പ്രേക്ഷകരെയൊക്കെ മുന്നിൽ കുറച്ച് സിമ്പതി വർക്കൗട്ട് ആക്കി അവരുടെ സപ്പോർട്ട് നേടിയെടുത്തു. പുറത്തുനിന്ന് വന്ന സപ്പോർട്ടും ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം PR വർക്കിന്റെ പബ്ലിസിറ്റിയിൽ ഉണ്ടാക്കിയെടുത്ത സിമ്പതി വോട്ടുകളാണ് അനിമോൾക്കുള്ളത്. അതുകൊണ്ട് അനിമോളുടെ കാര്യം ഞാൻ ഇവിടെ അധികം വിശദീകരിക്കുന്നില്ല. എന്നാൽ അനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അവർ തുടക്കം മുതൽ കഷ്ടപ്പെട്ടിട്ടാണ് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഷാനവാസിനെ സംബന്ധിച്ച് പ്രായത്തെ മറന്നും ഗെയിം കളിച്ച് പിള്ളേരുടെ കൂടെ ഗെയിം കളിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. അതും അലമ്പായിട്ടൊന്നുമല്ല, എല്ലാ രീതിയിലുള്ള ഒരു ഭാവങ്ങളും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തുടക്കം മുതൽ ഫിസിക്കൽ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും മൈൻഡ് ഗെയിമുകളാണെന്നുണ്ടെങ്കിലും പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുൻപോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസിന്റേതായിട്ടുള്ള കുരുട്ടുബുദ്ധികൾ ഉപയോഗിച്ചിട്ടുള്ള സീക്രട്ട് ടാസ്കുകളിലേക്ക് വരുമ്പോഴൊന്നും പുള്ളിക്ക് പെട്ടെന്ന് അത് കണക്ട് ആക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം ബിഗ് ബോസ് പുള്ളി കണ്ടിട്ടില്ല, ബിഗ് ബോസ് എന്താണെന്ന് അറിയത്തില്ല, ബിഗ് ബോസിന്റെ തന്ത്രങ്ങൾ അറിയത്തില്ല. സോ സാധാരണ ഒരു മനുഷ്യനെന്ന നിലയിൽ ചിന്തിച്ചും പ്രവർത്തിച്ചും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കി അവരുടെ കുരുട്ടുബുദ്ധികളും അവരുടെ പ്ലാനിങ്ങുകളും ഒക്കെ ഒരു മൈൻഡ് റീഡ് ചെയ്തിട്ട് ഒരു മൈൻഡ് ഗെയിം തന്നെയായിരുന്നു ഷാനവാസ് കളിച്ചുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പുള്ളിയുടേതായിട്ടുള്ള പെട്ടെന്ന് പ്രൊവോക്ക് ആകുന്ന അഗ്രസീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡും കൂടെ പുള്ളിക്കുണ്ട്. കുറച്ച് ഓവർ ആകുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നത്. അതുപോലെ അനീഷിനെ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സപ്പോർട്ടുകളോ പബ്ലിക് സപ്പോർട്ടുകളോ പുറത്ത് പ്രത്യേകിച്ച് ആരും അറിയത്തില്ലാത്ത ഒരു കണ്ടസ്റ്റന്റാണ് ഈ അനീഷ് എന്ന് പറയുന്നത്. അനീഷ് അതുകൊണ്ട് തന്നെ ആദ്യം വന്നപ്പോൾ പബ്ലിക്കിന് മുന്നിൽ തന്നെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഒരു പബ്ലിക് സ്റ്റണ്ട് തന്നെ നടത്തിയാണ് അനീഷ് ഈ ഒരു സീസണിൽ പിടിച്ചു നിന്നത്. അത് അനീഷ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ പലതവണ പറയുകയും അതുപോലെ തന്നെ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വാല് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കി ഈ പറയുന്നത് പോലെ സാധാരണക്കാരന് കാർഡാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ കാർഡ്, അതുപോലെ തന്നെ പല സിമ്പതി കാർഡുകളും ഈ പറയുന്ന അനീഷ് ആണെന്നുണ്ടെങ്കിലും ഇറക്കിയിട്ടുണ്ട്. ബട്ട് അനീഷ് അവിടെ അലച്ച് കഷ്ടപ്പെട്ട് ഒച്ചയെടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രേക്ഷക സപ്പോർട്ടും അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കുറച്ച് നുണകൾ ഉണ്ടാകാം, കുറച്ച് സത്യങ്ങൾ ഉണ്ടാകാം. ബട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അറ്റൻഷൻ നേടിയെടുക്കാൻ അനീഷിനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ത് ചെയ്യും? ഒരു കോമണറായിട്ട് വന്ന ഒരാളെ ആർക്കും അറിയില്ല. സോ പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വെറൈറ്റി പിടിച്ച് മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്ന് ഒറ്റപ്പെടൽ നാടകം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലൊക്കെ പുള്ളി ആ ഒരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്ത് കണ്ടന്റ് ഉണ്ടാക്കി തന്നെയാണ് ഈ ഒരു 70ാമത്തെ ദിവസം വരെ എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും ഇവരെ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷാനവാസിന് ഒത്തിരി നെഗറ്റീവ് സൈഡ് ഉണ്ട്. പെട്ടെന്ന് പ്രൊവോക്ക് ആകും, അതുപോലെ തന്നെ അഗ്രസീവ് ആവും, മോശം വാർത്തകളും കാര്യങ്ങളും ഒക്കെ അറിയാതെയാണെന്നുണ്ടെങ്കിലും ഷാനവാസിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഷാനവാസിനെ നെഗറ്റീവ് ആകാൻ വളരെ ഈസിയാണ്. കാരണം എപ്പം വേണമെന്നുണ്ടെങ്കിലും ഷാനവാസ് പ്രൊവോക്ക് ആകും. അനീഷിനെ സംബന്ധിച്ച് അത്രയ്ക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ അനീഷ് പറയുന്ന കള്ളങ്ങളും അതുപോലെ സിമ്പതി കാർഡ് അല്ലെങ്കിൽ സാധാരണക്കാരന്റെ കാർഡ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ സംഭവങ്ങളും PR അറിയത്തില്ല എന്ന് അനീഷ് അറിയാതെ പോലും പറഞ്ഞു പോകുന്ന കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ട് തുറന്നു കാണിച്ച് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് നല്ല രീതിയിൽ എവിഡന്റ് ആക്കി കാണിച്ച് ആ ഒരു രീതിയിൽ അനീഷ് കള്ളത്തരം പറഞ്ഞു എന്ന രീതിയിലാക്കി കുറച്ച് നെഗറ്റിവിറ്റി അടിച്ചു കൊടുക്കുക മാത്രമേ ബിഗ് ബോസിന് അനീഷിന്റെ സൈഡിൽ സാധിക്കത്തുള്ളൂ. എന്നാൽ ഷാനവാസിനെ നെഗറ്റീവ് ആക്കാൻ വളരെ ഈസിയാണ്. അത് തന്നെയാണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ബിഗ് ബോസിന്റെ രണ്ടിരകളും ഇപ്പോൾ ഷാനവാസും അനീഷും തന്നെയാണ്. അനിമോള് പ്രത്യേകിച്ച് കണ്ടന്റുകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ നിലപാടുകളോ ആയിട്ട് മുൻപോട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഒരു കണ്ടന്റും ഇല്ലാതെ സൈഡ് ഒതുങ്ങി നൈസായിട്ട് അങ്ങ് പോകുന്നത് കൊണ്ട് ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ അവിടെ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന സിമ്പതി വർക്കൗട്ട് ആക്കി എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു തൂങ്ങി PR-ന്റെ സപ്പോർട്ടോടുകൂടി അനിമോൾ ആ സൈഡ് പിടിച്ചങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് അനിമോളെ ഒന്നും ചെയ്യാൻ അവിടെ സാധിക്കുന്നില്ല. എന്നാൽ മാക്സിമം തുറന്നു കാട്ടാൻ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം കണ്ടന്റ് കൊടുക്കാതെയും അനിമോളുടെ സപ്പോർട്ട് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് കൂടുതലും എഫക്റ്റ് ആകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസിനും അതുപോലെ തന്നെ അനീഷിനുമാണ്. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് അത് ക്ലിയർ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പക്ക എവിഡന്റ് ആയിട്ട് മനസ്സിലാകും. കാരണം അനീഷിന്റെ സൈഡിൽ ഇപ്പം ലാലേട്ടനൊക്കെ വന്ന് പറയുന്നുണ്ട് PR അറിയത്തില്ല, ഇത്രയും നാള് ബിഗ് ബോസ് കണ്ടിരിക്കുന്ന അനീഷിനെ സംബന്ധിച്ച് PR എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ക്യാമറ സ്പേസ്, ഈ പറയുന്ന സാധാരണക്കാരന്റെ കാർഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലാലേട്ടൻ പോലും എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ അനീഷ് ചുമ്മാ പറയുന്നതല്ലേ, ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ അനീഷിന് സമയം കിട്ടിയില്ല, 3 ദിവസം മുന്നെയാണ് കോൾ എത്തിയത്, ഇതിന് തെളിവുകൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനീഷ്
അനീഷിനെ ഇട്ട് പൊരിക്കുന്നുണ്ട്. ഇതൊക്കെ അനീഷ് തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങളല്ലേ. അനീഷിന് PR അറിയത്തില്ല, അല്ലെങ്കിൽ PR എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾ കണ്ടസ്റ്റൻസ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് വരുന്നതിന് 3 ദിവസം മുന്നെയാണ് കോൾ എത്തിയത്, എനിക്ക് സമയം കിട്ടിയിട്ടില്ല, ഞാൻ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനീഷ് വന്നപ്പം മുതൽ പലതവണ ആവർത്തിച്ച് പറയുന്നതാണ്. അന്നേരം ഒന്നും ബിഗ് ബോസിന്റെ ടീമിനോ ലാലേട്ടനോ വന്ന് ഇങ്ങനെ ഒരു സംഭവം ചോദിക്കാനോ ആ ഒരു സ്ക്രിപ്റ്റിലോ സംഭവങ്ങളോ ഒന്നുമില്ല. അന്നേരമൊക്കെ ഇത് ചിരിച്ചു തള്ളി, അനീഷ് ഇങ്ങനെയാണോ വീട്ടിൽ, ഇതുപോലെയാണോ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നൈസായിട്ട് ആ സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ ഒഴിവാക്കി വിട്ടു. അന്നേരം തന്നെ അനീഷിനെതിരെ ഇങ്ങനെ ഒരു കൗണ്ടർ ചോദിച്ച്, അനീഷിനെ ഞങ്ങൾ 12 ദിവസം മുന്നേ ഇൻഫോം ചെയ്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അനീഷിന്റെ ഈ വാദം പൊളിയില്ലായിരുന്നു. അന്നേരം ബിഗ് ബോസ് നല്ല രീതിയിൽ അനീഷിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് മിണ്ടാതെ ഈ 70 ദിവസം വരെ പ്രേക്ഷക രീതിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒന്നും മിണ്ടാതെ പോകുന്നു. അതുപോലെ തന്നെ ഷാനവാസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും പല രീതിയിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള സംസാരങ്ങളും ടോക്കുകളും നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ബിഗ് ബോസ് അത് വളരെ ലിബറൽ ആയിട്ട് എടുത്ത് നൈസായിട്ട് ഒഴിവാക്കി വിട്ടു. ആ സമയത്ത് ഷാനവാസിന് നല്ല രീതിയിലുള്ള വാണിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിരുന്നെങ്കിൽ ഷാനവാസും കുറച്ചും കൂടെ കെയർഫുൾ ആയാനെ. അന്നേരമൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നൈസായിട്ട് വിട്ടിട്ട് ഈ ഒരു 70ാമത്തെ ദിവസം എത്തിക്കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു. ഷാനവാസിനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, റോസ്റ്റ് ചെയ്യുന്നു. ലാലേട്ടനൊക്കെ വന്ന് എന്ത് പ്രഹസനമാണ് കാണിക്കുന്നത്. അത് ലാലേട്ടനല്ല കേട്ടോ കാണിക്കുന്നത്, ബിഗ് ബോസിന്റെ ടീം കൊണ്ടാക്കി കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണ്. അവരെന്ത് പ്രഹസനമാണ് ഈ കാണിക്കുന്നത്. ഇത്രയും ദിവസവും ചെയ്യാത്ത സംഭവം എന്തിനാണ് ഇപ്പോൾ വന്ന് ചെയ്യുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സപ്പോർട്ട് കുറയ്ക്കുക, ഇവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക. പകരം നെഗറ്റീവായി കിടക്കുന്നവരെ ഇവർ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ പ്രേക്ഷകർ വേണം. അതിനാണ് ആര്യനെയും അക്ബർ ഖാനെയാണ് ഇവരിപ്പോ നോക്കി വെച്ച് ടോപ്പ് 5ലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവരെ എങ്ങനെയും ടോപ്പ് 5നുള്ളിൽ കൊണ്ടുവരണം. ഈ പറയുന്നത് പോലെ ടോപ്പ് 5 മാക്സിമം ടൈറ്റ് കോമ്പറ്റീഷൻ കൊണ്ടുവരണം. ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വിന്നർ ഉണ്ടായിരിക്കരുത്. അത് തന്നെയാണ് ബിഗ് ബോസിന്റെ ട്രിക്കും. അതായിക്കൊള്ളട്ടെ. ബിഗ് ബോസ് അങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല. കാരണം എല്ലാ പ്രാവശ്യവും ഒരു രാജാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റാണി ഉണ്ടായിരിക്കും, ഇവരായിരിക്കും വിന്നർ എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാകത്തില്ല. ബട്ട് കഷ്ടപ്പെട്ട് മുൻപോട്ട് വന്ന കണ്ടസ്റ്റൻസിനെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി അവരുടേതായ രീതിയിൽ ടാസ്കുകൾ കളിച്ചും അവരുടേതായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും അത് എന്തും ആയിക്കൊള്ളട്ടെ, അത് നെഗറ്റീവ് ഇമ്പാക്റ്റോ പോസിറ്റീവ് ഇമ്പാക്റ്റോ എന്തും ആയിക്കൊള്ളട്ടെ, അങ്ങനെ കഷ്ടപ്പെട്ട് വന്നവരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതെ കിടന്ന കണ്ടസ്റ്റൻസിനെ കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവരെ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്ത് അടിച്ചമർത്തുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് എല്ലാവരും അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ ഇതേപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തോ? കുറെ പ്രേക്ഷകർ ഇതിൽ മനസ്സിലാവാതെ ഇവർ കാണിക്കുന്ന മാനിപ്പുലേഷനിലെല്ലാം വീണ് അവരങ്ങനെ കാണിച്ചു കേട്ടോ, അവര് നെഗറ്റീവായി പോയി, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്, പൊട്ടത്തരങ്ങളാണ്, ഇവർ പറഞ്ഞത് കള്ളത്തരങ്ങളാണ്, ഈ പറയുന്ന ആൾക്കാർ കയറി വരുന്നുണ്ടോ. അതായത് ഈ സീസൺ തുടങ്ങി 70ാമത്തെ ദിവസം വരെ പ്രേക്ഷകരുടെ മനസ്സിൽ നെഗറ്റീവായിട്ട് കിടന്ന് ഒന്നുമല്ലാതെ ഇരുന്ന ആളുകളൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹീറോകളായി മാറുന്നു, അവർ സൂപ്പറാണ് എന്നൊക്കെ പറയുന്നു. അത് ബിഗ് ബോസിന്റെ സപ്പോർട്ടോട് കൂടിയല്ല, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ. ബിഗ് ബോസ് ഫേവർ ചെയ്ത് അവരെ കയറ്റിക്കൊണ്ട് വരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു വീക്കിലി ടാസ്കുകളും സീക്രട്ട് ടാസ്കുകളും ഒക്കെ എന്തിനാണ് ആര്യന് കൊണ്ടേ കൊടുത്തത്? ആ ടാസ്ക് പൊളിഞ്ഞ് പണ്ടാരടങ്ങിപ്പോയി. എന്നിട്ട് പോലും ബിഗ് ബോസ് പോലും സൈലന്റ് ആയിട്ട് ആ ഒരു ടാസ്ക് സക്സസ് ആയി നാക്കി തീർത്തു. അതുപോലെ തന്നെ അത് ഷാനവാസിന്റെ തലയെ കൊണ്ടിടുന്നു, ഷാനവാസ് ആണ് ആ ടാസ്ക് കുളവാക്കിയത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് കാണുന്ന സകലമാന പ്രേക്ഷകർക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസിൽ ഇതുവരെ എങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്ന്. തമിഴാണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും മലയാളം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസൺ ഒഴിച്ച് എല്ലാ സീസണുകളിലും മികച്ച രീതിയിലാണ് സീക്രട്ട് ടാസ്കുകൾ നടന്നിരിക്കുന്നതും അതിനൊരു പവറും കൊടുക്കാറുണ്ട്. ഈ ഒരു സീസണിൽ ഒരു സീക്രട്ട് ടാസ്ക് എത്രയും മോശമായിട്ടുള്ള രീതിയിൽ നടത്താവോ അത്രയും മോശമായിട്ടാണ് സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് പോലും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതും സാബു മോനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സീക്രട്ട് ടാസ്ക്, അതല്ലാതെ അതിന് പ്രത്യേകിച്ച് പവറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സീക്രട്ട് ടാസ്ക് നടത്തുമ്പോൾ നടത്തുന്ന ആൾക്ക് മാത്രമായിരിക്കും അതിന്റെ ബെനിഫിറ്റ്. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസ് അത് പൊളിക്കാൻ നോക്കണം, അവരുടെ ബുദ്ധി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള പലരുമായി ചേർന്ന് ആ സീക്രട്ട് ടാസ്ക് പൊളിക്കുമ്പോഴാണ് ആ സീക്രട്ട് ടാസ്കിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അല്ലാതെ സീക്രട്ട് ടാസ്ക് കൊടുത്ത ഒരാള് മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല സീക്രട്ട് ടാസ്ക് എന്ന് പറയുന്നത്. അത് സീക്രട്ട് ടാസ്ക് ചെയ്യുന്ന ഒരാളുടെ കഴിവ്. ആര്യന് ആ സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര്യന് സ്യൂട്ടബിൾ ആകുന്ന, ആര്യനെ വിശ്വസിക്കുന്ന കണ്ടസ്റ്റൻസിനെ കൂട്ടുപിടിപ്പിച്ച് ആ ഒരു സീക്രട്ട് ടാസ്ക് സക്സസ്ഫുൾ ആക്കണമായിരുന്നു, എങ്കിൽ അതൊരു വിജയമായി തോന്നിയാനെ. അതുപോലെ ഷാനവാസിനെ കൺവിൻസ് ചെയ്യിക്കാൻ ആര്യന് സാധിച്ചില്ല, അതൊന്നും ബിഗ് ബോസ് ഇവിടെ പറയുന്നില്ല. ബിഗ് ബോസ് അത് ഒരു ഗെയിം കുളവാക്കി കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഷാനവാസിനെ അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യുകയാണ്. നല്ല രീതിയിലുള്ള പബ്ലിക്കും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ PR ഏജൻസികളുടെ പോസ്റ്റ് എന്തോരമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ഒരു മണ്ടനെ കണ്ടിട്ടില്ല, ടാസ്കുകൾ ഇതുപോലെ കുളവാക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ
നോർമൽ ആൾക്കാർ കമന്റ് ആയിട്ട് പറയുന്നതല്ലാതെ എന്തോരം പോസ്റ്റുകളാണ് ഇറങ്ങുന്നത്. ഇത് ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ PR ഏജൻസികൾ ചെയ്യുന്നത് കൂട്ടുന്ന സംഭവങ്ങളാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള ലീഡ് ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ച കഴിയുന്നതോടെ നിങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ടോപ്പ് 5ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി ടോപ്പ് 10 ആണ് വരുന്നത്. ഫിനാലെ ടിക്കറ്റ് ടു ഫിനാലെ വീക്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു. അതിലെങ്ങനെയെങ്കിലും മാക്സിമം ബിഗ് ബോസ് ഫേവർ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റിനെ എങ്ങനെയെങ്കിലും ടോപ്പ് 5ലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ടോപ്പ് 6ലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലെ ടോപ്പ് 5 ടോപ്പ് 6ലേക്ക് എത്തുന്ന കണ്ടസ്റ്റൻസ് മാക്സിമം ടൈറ്റ് ആയിരിക്കണം. അവരുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് ടൈറ്റ് കോമ്പറ്റീഷനിൽ നിൽക്കണം. ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വിന്നർ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വേണ്ടി എല്ലാ തരികിട പരിപാടികളും ബിഗ് ബോസ് ചെയ്യാൻ പോകുകയാണ്. വരുന്ന 2 ആഴ്ചകൾ മുൻനിരയിൽ നിൽക്കുന്ന മാക്സിമം കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്ത് മനഃപൂർവ്വം താഴ്ത്തി കെട്ടി അവരെ വല്ലാണ്ട് നെഗറ്റീവ് ആക്കി കാണിക്കാൻ വേണ്ടി ബിഗ് ബോസ് നല്ല രീതിയിൽ ശ്രമിക്കും. അതിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഇവിടെ എവിഡന്റ് ആയിട്ട് തുടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഷാനവാസും അതുപോലെ തന്നെ അനീഷുമാണ് ഇതിന്റെ പ്രധാന ഇരകൾ. ഇവരുടെ വോട്ട് സ്പ്ലിറ്റ് ആക്കുക, ഇവരുടെ സപ്പോർട്ട് കുറയ്ക്കുക, ഇവരുടെ മാക്സിമം പബ്ലിക്കിന് മുന്നിൽ ഇവർ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാൾ കള്ളത്തരങ്ങൾ കാണിക്കുകയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഇവരെ നെഗറ്റീവ് ആകാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങളും. അതിനോടൊപ്പം മുന്നിലേക്ക് വരുന്ന പ്രേക്ഷക സപ്പോർട്ട് ഉള്ള കണ്ടസ്റ്റൻസിനെ കുറച്ച് കുറയ്ക്കുക, നെഗറ്റീവായിട്ട് നിന്ന കുറച്ച് പേരെ മുന്നിലേക്ക് കയറ്റി ടോപ്പ് 5നുള്ളിൽ അവരെ എത്തിക്കുക എന്നതാണ് ബിഗ് ബോസിന്റെ നിലവിലെ ഒരു അജണ്ടയും അല്ലെങ്കിൽ എല്ലാ സീസണുകളിലും ഫോളോ ചെയ്തു വന്നിരുന്ന ബിഗ് ബോസിന്റെ ഒരു മാനിപ്പുലേഷൻ ട്രിക്ക് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇതേപ്പറ്റി നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രേക്ഷകർ ഇതേപോലെയുള്ള മാനിപ്പുലേഷനിലൊന്നും പോയി വീഴാതിരിക്കുക. ഇതുപോലെയുള്ള പല സംഭവങ്ങളും ബിഗ് ബോസ് ഇനി വരുന്ന 2 ആഴ്ച കിടന്ന് കളിക്കും. അവർക്ക് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വിന്നർ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് നാണംകെട്ട കളികളും ബിഗ് ബോസ് ഇനി തുടരും. അതിന്റെ തുടക്കം എന്നോണമാണ് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുകളും എല്ലാ കാര്യങ്ങളും. അതിന്റെ എവിഡന്റ് ആയിട്ടുള്ള തുടക്കമാണ് ഈ ഒരു വീക്കെൻഡിലെ ലാലേട്ടന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. സോ നമുക്ക് നോക്കാം എന്താകും ഈ ഒരു സീസണിന്റെ അവസ്ഥയെന്നും, ആരൊക്കെ കടപുഴകി വീഴും, അതിലെ അതിജീവിച്ച് ആരൊക്കെ വിൻ ചെയ്യാൻ സാധിക്കും, ആർക്ക് വിൻ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ബിഗ് ബോസ് എല്ലാ തവണയും ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഒടുവിൽ പബ്ലിക് അത് തിരിച്ചറിയുകയും ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടുത്തുകയും നെഗറ്റീവ് അടിച്ചു കൊടുക്കുകയും ഡീഗ്രേഡ് ചെയ്യുന്നവരെ ഒക്കെ പബ്ലിക് ഒരു സമയം വരുമ്പോഴത്തേനും തിരിച്ചറിയുകയും അവർക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കാഴ്ചകളൊക്കെയാണ് ഇത്രയും സീസണുകളും നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾ പ്രേക്ഷകർ ബിഗ് ബോസിന്റെ ഈ കളികൾ തിരിച്ചറിഞ്ഞ് പ്രോപ്പറായിട്ട് ഗെയിം കളിച്ച്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ PR വർക്കിന്റെ അണ്ടറിലും ബിഗ് ബോസിന്റെ ഫേവറിസത്തിൽ കയറി വരുന്നവരെയും ഒന്നും ചെയ്യാതെ സിമ്പതി കാർഡ് ഇറക്കിയവരെയൊന്നും പിടിച്ചു നിർത്താതെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ വിൻ ചെയ്യിപ്പിക്കാതെ കഷ്ടപ്പെട്ടത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റിലാണെന്നുണ്ടെങ്കിലും അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും അറ്റ്ലീസ്റ്റ് പറഞ്ഞു മുന്നോട്ട് വരുന്നവരെയൊക്കെ കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.